ഇന്ന് ഞാൻ നെയ്മീൻ, കുഞ്ഞ് നെയ്മീൻ കൊണ്ടൊരു മുളക് കറിയാണ് ഉണ്ടാക്കുന്നത്. വളരെ ചെറിയൊരു 1 കിലോ നെയ്മീനാണിത്. മൊത്തത്തിലുണ്ട്. എല്ലാം കഴുകി വൃത്തിയാക്കി സ്ലൈസായി എടുത്തിട്ടുണ്ട്. നമുക്ക് മുളക് കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഐക്കൂറ മുളക് കറി ഉണ്ടാക്കുന്നതിന് ആവശ്യമുള്ള സാധനങ്ങൾ: ഒരു 25 കുഞ്ഞുള്ളി ചായച്ച് വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ചായച്ചത്, 1 കുടം വെളുത്തുള്ളി ചായച്ചത്, 2 തണ്ട് കറിവേപ്പില, 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, ഒരു വലിയ തക്കാളി അരിഞ്ഞത്, വെളിച്ചെണ്ണ, ഉപ്പ്, ആവശ്യത്തിന് വെള്ളം, 3 കുടംപുളി ചൂടുവെള്ളത്തിൽ കുതിരാനിട്ടിട്ടുണ്ട്. പിന്നെ മസാലപ്പൊടികൾ: മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത് രണ്ടും മതി. കാശ്മീരി മുളക് പൊടി, ഇത് മാത്രം മതി ഇതിൻ്റെ മസാല. പിന്നെ വേണ്ടത് കടുക്, ഉലുവയുടെ പൊടി ലാസ്റ്റ് ചേർക്കുന്നതിനായി. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇത് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം. ഇതിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഒരു ചട്ടി അടുപ്പിൽ വെച്ച് സ്റ്റൗ കത്തിക്കാം. മൺചട്ടി ഒന്ന് ചൂടാകട്ടെ. ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ നമുക്ക് എല്ലാ സൈഡിലോട്ടും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ചുറ്റിച്ച് കൊടുക്കുകയോ അല്ല ഒരു ബ്രഷ് വെച്ച് സ്പ്രെഡ് ചെയ്യുകയോ മതി. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്ക് 1/2 ടീസ്പൂൺ ഉലുവ ഇടാം. ഉലുവ ചെറുതായി ഒന്ന് മൂക്കുമ്പോൾ നമുക്ക് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കടുകെല്ലാം പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർക്കാം. അതിലേക്ക് 3 പച്ചമുളക് അരിഞ്ഞത്, കറിവേപ്പിലയും കൊടുക്കുക. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഓൾറെഡി ചേർക്കുന്നത്. മഞ്ഞൾപ്പൊടി ഓയിലിൽ ഒന്ന് കിടന്ന് മൂക്കട്ടെ. ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായി വാടുമ്പോൾ ഈ വെളുത്തുള്ളി പച്ചമുളക് ചെറുതായി ഒന്ന് വാടുമ്പോൾ നമുക്ക് ചാച്ചു വെച്ചിരിക്കുന്ന കുഞ്ഞുള്ളി ഇതോടൊപ്പം ഒന്ന് മിക്സ് ചെയ്യും. മീഡിയം ഫ്ലെയിമിൽ വേണം. അതോടൊപ്പം തന്നെ നമുക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. ഞാൻ പിങ്ക് സോൾട്ടാണ് ഉപയോഗിക്കുന്നത്. അതിന് പ്രത്യേക ഒരു സ്വാദാണ്. ഇവിടെ എല്ലാ മാർക്കറ്റിലും ഇത് വാങ്ങാൻ കിട്ടും. സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇത് കിട്ടും. ചെറുതായി ഒന്ന് വാടിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് മസാലപ്പൊടി ചേർക്കാം. 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി. ഇത്രയാണ് ഇതിൻ്റെ മസാലപ്പൊടി. ഇതൊന്ന് ഓയിലൊന്ന് മൂപ്പിക്കാം. പച്ചമണം മാറുന്നവരെ ഒന്ന് മൂപ്പിക്കാം. അതിനുശേഷം ഉള്ളിയോടൊപ്പം തക്കാളി അരിഞ്ഞ് ചേർക്കാം. അത് ഇതോടൊപ്പം കിടന്നൊന്ന് വഴറ്റാം.
ലോ ഫ്ലെയിമിലൊന്ന് വഴറ്റാം. തക്കാളിയൊക്കെ ഒരുവിധം വഴറ്റിട്ടുണ്ട്. ഇപ്പോൾ ഇളക്കി കൊടുത്ത് നോക്കാം. തക്കാളിയൊക്കെ നന്നായി വഴണ്ട് വെളിച്ചെണ്ണയൊക്കെ തെളിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് കുതിർത്തി വെച്ചിരിക്കുന്ന കുടംപുളി ചേർക്കാം. അത് ഇതോടൊപ്പം ഒന്ന് മിക്സ് ചെയ്യാം. തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് പറ്റിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിനാവശ്യമുള്ള വെള്ളം ഒഴിക്കാം. ഏകദേശം 1 ഗ്ലാസ് വെള്ളം. ഒരുപാട് ചാറിൻ്റെ ആവശ്യമില്ല. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ഉപ്പൊന്ന് നോക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. അടച്ചു വയ്ക്കാം. ഇളക്കി കൊടുത്ത ശേഷം അടച്ചു വയ്ക്കാം. കറിയൊക്കെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം നമുക്കൊന്ന് ഇളക്കി കൊടുത്ത ശേഷം കുഞ്ഞു നെയ്മീൻ ഓരോന്നായി പറിക്കില്ല. ഈ നെയ്മീൻ്റെ ഏറ്റവും ചെറിയ മീനാണ്. വളരെ ചെറിയ നെയ്മീൻ. ഏകദേശം 1 കിലോ ഉണ്ട്. തല ഉൾപ്പെടെ ഉണ്ട്. എല്ലാം കൂടെ ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയം ഇളക്കിയാൽ പൊടിഞ്ഞൊന്നും പോകില്ല. ഇളക്കി കൊടുത്ത ശേഷം നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. ഏകദേശം ഒരു 10 മിനിറ്റ് വേകട്ടെ. ആദ്യം മീഡിയം ഫ്ലെയിമിൽ വേവിക്കാം. നല്ല തിള വരുമ്പോൾ ലോ ഫ്ലെയിം ആക്കാം. പറഞ്ഞു നോക്കാം. ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്. കറിയൊക്കെ നല്ലപോലെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇടയ്ക്ക് ഞാൻ തുറന്നൊന്ന് ചുറ്റിച്ചു കൊടുത്തായിരുന്നു. ഇനി 5 മിനിറ്റ് കൂടെ ഒന്ന് തിളയ്ക്കാം. വീണ്ടും നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. ലോ ഫ്ലെയിം ആക്കാം. ലോ ഫ്ലെയിമിലൊന്ന് വെന്ത് പറ്റട്ടെ. കറിച്ചട്ടിയുടെ അടപ്പൊന്ന് തുറക്കാം. കറിയെല്ലാം വെന്തൊരു വിധം കുറുകിയിട്ടുണ്ട്. കഷ്ണങ്ങളെല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഉപ്പൊന്ന് നോക്കാം. ഉപ്പൊക്കെ കറക്റ്റാണ്. ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടെ ചേർക്കാം. രണ്ട് തണ്ട് കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഇതിൻ്റെ മുകളിലുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിന്ന് കുറേ വറ്റ് വരും. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെയ്മീൻ മുളകിട്ടത് റെഡി. മുളകിട്ട കറി റെഡി. പിന്നെ ചാറുണ്ട്. ചാറുള്ള കറിയാണ്. ഇത് കുറച്ച് നമ്മൾ ഇരുന്ന് വറ്റുകയും ചെയ്യും. മറ്റു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു. ഫ്ലെയിം ഓഫ് ചെയ്യാം നമുക്ക്. ഇത് കൊല്ലം സ്റ്റൈൽ മീൻ കറിയാണ്. കൊല്ലത്തുകാരുടെ ഈ രീതിയിലുള്ള നെയ്മീൻ മുളകിട്ടതാണ് ഉണ്ടാക്കുന്നത്. ഇതിന് കുറേ വറ്റും. ഇത് നെയ്മീൻ മുളകിട്ടത് കൊല്ലം സ്റ്റൈൽ മീൻ കറിയാണിത്. ഞങ്ങളുടെ നാട്ടിലെല്ലാം ഈ രീതിയിലാണ് മീൻ കറി ഉണ്ടാക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും. കറിയെല്ലാം വെന്ത് കുറുകിയിട്ടുണ്ട്. നമുക്കിനി ഒരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം.
കൊല്ലംകാരുടെ നെയ്മീൻ മുളക് കറി റെഡി.